ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നുള്ളത് നെഫ്ലയുടെ അടുത്താണ് കേട്ടോ. ഞാൻ നിൽക്കുന്ന കോളേജ് ഞാൻ നിങ്ങളോട് പറയേണ്ട BST ആണ് കേട്ടോ. BST കോയമ്പത്തൂരുള്ള വൺ ഓഫ് ദ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. എൻ്റെ കൂടെ ഉള്ളത് റേഡിയോഗ്രാഫി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്, മലപ്പുറംകാരിയാണ്. അപ്പൊ നമുക്ക് ആളുടെ അടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം അല്ലേ? വീട്ടിൽ ഉണ്ട്? വീട്ടില് ഉമ്മ അപ്പ ഒരു അനിയനും അനിയത്തി വരുന്നുണ്ടല്ലോ. എങ്ങനെയാ BSTനെ പറ്റി കേട്ടത്? ഇവിടെ ഏജന്റ് ആണ് ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ഏജന്റ് ത്രൂ ആണ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകുന്നത് അല്ലേ? ഈ റേഡിയോഗ്രാഫി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി എനിക്ക് തോന്നുന്നു ഇഷ്ടംപോലെ സ്റ്റുഡൻസ് എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ സ്വന്തം ചോയ്സ് തന്നെയായിരുന്നു ഈ ഒരു കോഴ്സ് ആണല്ലേ? വീട്ടുകാരും ഓക്കെ ആയിരുന്നു കോഴ്സ്. നമുക്ക് കോഴ്സ് വന്ന് ജോയിൻ ചെയ്ത സമയത്ത് പഠിക്കാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണോ? ഇല്ല, ഫസ്റ്റ് ഇയറിൽ കുറച്ച് ഫിസിക്സ് ഉണ്ട്, അത് ബേസിക്സ് വേറെ പ്രശ്നം ബേസിക് ഫിസിക്സ് ആണ് വരുന്നത്. ഇനിയിപ്പോ സെക്കൻഡ് ഇയർ കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്തായിരിക്കും അതിന്റെ ഇതൊക്കെ വരുന്നുണ്ടാവുക അല്ലെ, കെമിക്കൽസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, സെക്കൻഡ് ഇയർക്ക് കടന്നു. സെക്കൻഡ് ഇയറിലേക്ക് കടന്നു, ആള് സെക്കൻഡ് ഇയറിലേക്ക് കടന്നു. ഇനിയിപ്പോ നമ്മുടെ ക്യാമ്പസിന്റെ അകത്ത് തന്നെയാണോ നിൽക്കുന്നത്? അതായത് ഹോസ്റ്റലിലാണോ നിൽക്കുന്നത്? ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് അല്ലേ? ഹോസ്റ്റലിൽ എത്ര പേരൊക്കെ വരുന്നുണ്ട് റൂമിൽ? ഞങ്ങളെ റൂമിലിപ്പോ 4 പേര്. 4 പേര്. 4 മലയാളികളാണോ? 4 പേർക്ക് മലയാളം. 2 പേര് മലയാളീസ് ആണ്, 2 പേര് ബോർഡർ. ഓക്കെ ഓക്കെ ആണ്. അപ്പൊ ഫുഡ് കാര്യങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു. ഫുഡ് മെനു കാര്യങ്ങളൊക്കെ പറ്റി എന്താണ് പറയാനുള്ളത്? ഫുഡ് നമുക്ക് കേരള റൈസ്, മലയാളീസിന് എല്ലാവർക്കും കേരള റൈസ് ഉണ്ട്. സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? സ്പെഷ്യൽ ആയിട്ട് നോൺ വെജ് 2 ദിവസം, മുട്ട 2 ദിവസം കിട്ടും, പിന്നെ ചിക്കൻ കൊണ്ട് ബിരിയാണി, ചിക്കൻ ബിരിയാണി, മുട്ട എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ കോളേജ്. ആള് ഹാപ്പിയാണ്. എന്നോട് ഫുഡിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഫുഡ് അടിപൊളിയാണ്, അങ്ങനെയാണ് സ്റ്റുഡൻസ് ഒക്കെ പറയുന്നത്. അപ്പൊ ഓക്കെയാണ്. പിന്നെ സിലബസ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫാക്കൾട്ടീസ് എങ്ങനെയാ നമ്മൾ പഠിപ്പിക്കുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൾട്ടീസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? റേഡിയോളജിക്ക് പെർഫെക്റ്റ് ആയിട്ട്. റേഡിയോളജി ആണ് ഞാൻ ചോദിച്ചപ്പോ തന്നെ ആളെന്നോട് പറഞ്ഞ റേഡിയോളജി പെർഫെക്റ്റ് ആണ് ഫാക്കൾട്ടീസ് എന്നാണ്. റേഡിയോഗ്രാഫർ തന്നെയാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൾട്ടീസ് ആണ് വരുന്നത്. അപ്പൊ പിന്നെ റീച്ചബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ വീട്ടിൽ പോകാൻ? ഇവിടുന്ന് ടൈമിങ്ങിന് ബസ് ഉണ്ട്, പിന്നെ അത് ഗാന്ധിപുരത്തുനിന്ന് നാട്ടിലേക്കുള്ള ബസ് കാര്യങ്ങളാണെങ്കിലും ട്രെയിൻ ആണെന്നുണ്ടെങ്കിലും അവൈലബിൾ ആണ് അല്ലേ? അപ്പൊ എടുത്ത് പഠിച്ച കോഴ്സ് ആണെന്നുണ്ടെങ്കിലും കോളേജ് ആണെങ്കിലും സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? അപ്പൊ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള കോളേജ് അല്ലേ? ഓക്കെ. ഗേൾസിനെ സംബന്ധിച്ച് സെക്യൂർ ആണോ എന്ന് നമ്മളോട് എല്ലാവരും ചോദിക്കാറുണ്ട്. സെക്യൂർ അല്ലേ കോളേജ്? ഒരുപാട് വാർഡൻസ്, ഒരുപാട് സേഫ് ആണ്. അപ്പൊ പുറത്ത് പോകാനാണെങ്കിലും ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നുമില്ല, നമുക്ക് അത്യാവശ്യം ഫ്രീഡം വിളിച്ചു പറഞ്ഞിട്ട് നമുക്ക് പോവാം. അപ്പൊ പാരന്റ്സിന് ഇൻഫോം ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് പുറത്ത് പോകാനാണെങ്കിലും അതൊക്കെ പറ്റും. പിന്നെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്നതാണ് BST. സോ ആള് നല്ല ഹാപ്പി ആണല്ലേ? അപ്പൊ നല്ലോണം പഠിക്കുക. ഓക്കെ, ഒരു റേഡിയോഗ്രാഫർ ഒക്കെ ആവാം. ഓക്കെ, താങ്ക് യു.